വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മുടെ SCRTയുടെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സയൻസ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ LGSന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സയൻസ് ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ചധികം എന്താ പറയാ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ 15 ദിവസത്തെ ക്ലാസ്. സാധാരണ ടീച്ചർ SCRT പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചാപ്റ്റർ ഫുള്ളായിട്ട് വായിച്ച് പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങളുടെ കുറെ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം തന്നെ ടീച്ചർ ഇതില് പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, വളരെ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക. നമ്മുടെ 8ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ ആണ് സയൻസ്, ജനറൽ സയൻസിന്റെ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്നതാണ് ചാപ്റ്റർ. അപ്പൊ ഇവിടെ പറയണത് എന്താ നോക്കൂ. ആദ്യം തന്നെ എന്താ കൊടുത്തിക്കണേ, ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികയെ നമുക്ക് എന്ത് വിളിക്കാം? തന്മാത്ര. അപ്പൊ എന്താ തന്മാത്ര? തന്മാത്രയ്ക്ക് ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും, സ്ഥിരതയുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് വിളിക്കണേന്നാണ് ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറി കാവൻഡിഷിനെ കുറിച്ചാണ്. അപ്പൊ പറയാണ്, ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ച വ്യക്തി ആരാണ്? ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോഴാണ് എന്തുണ്ടാവണേ? ജലം ഉണ്ടാവണേ. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണ് എന്ന് തെളിയിച്ച ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ അദ്ദേഹം നയിച്ചത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. 1806 നമ്മുടെ ഹംഫ്രി ഡേവി, ആരാണ്? ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാം എന്നും മനസ്സിലാക്കി കേട്ടോ. അപ്പൊ ഹംഫ്രി ഡേവി എന്താണ്? നമ്മുടെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് രണ്ടായിട്ട് വിഘടിപ്പിക്കാം, അതിൽ കൂടെ എന്ത് കടത്തിവിടണം? വൈദ്യുതി കടത്തിവിട്ടാൽ എന്ന് കണ്ടെത്തി? 1806 കണ്ടെത്തി എന്നാ പറയണേ. ക്ലിയർ ആയോ? അടുത്തത് ആറ്റത്തെ കുറിച്ച് പറയണു. എന്താണ്? നമ്മൾ നേരത്തെ തന്മാത്രയെ പറഞ്ഞു അല്ലെ. ഈ തന്മാത്രകളെ വിഭജിക്കുമ്പോഴാണ് ഇത്രേ എന്തുണ്ടാവണേ? ആറ്റം ഉണ്ടാവണേ. പദാർത്ഥങ്ങൾ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് നമ്മൾ പഠിച്ചു. ആ തന്മാത്രയെ വിഭജിച്ചാൽ ആറ്റങ്ങൾ ഉണ്ടാകുന്നു. തന്മാത്ര നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കൂ. ആറ്റം എന്നാൽ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അതിന്റെ മീനിങ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അപ്പൊ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം. ആറ്റത്തിന്റെ എന്താണ് ആറ്റത്തിന്റെ യഥാർത്ഥ സ്വഭാവം, ക്യാരക്ടർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്, വിശദീകരിച്ചത് ആറ്റോമിക സിദ്ധാന്തത്തിലൂടെ 1807 ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയാവും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തങ്ങളായിരിക്കും. ഇതൊക്കെ ആറ്റത്തിന്റെ സവിശേഷതകളാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് എന്താണ്? അതായത് ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് എലമെന്റ്സ് അഥവാ മൂലകങ്ങൾ എന്ന് വിളിക്കാം. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട്
ഒരേ ഇനം മാറ്റങ്ങൾ കൊണ്ട് മാത്രം ട്ടോ, ഒരേ ഇനം മാറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളെ നമുക്ക് എലമെന്റ്സ് അഥവാ മൂലകങ്ങൾ എന്ന് വിളിക്കാം. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാനായിട്ട് പറ്റുകയില്ല എന്ന് ഓർത്തു വെക്കാം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളെ കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് ഘടകമൂലങ്ങളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ എന്താണ് കോമ്പൗണ്ട്സ്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ്. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് മൂലകങ്ങളാക്കി മാറ്റാനും പറ്റും എന്ന് ഓർത്തു വെച്ചോളൂ. ഇനി അടുത്തത് പ്രതീകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ കാർബണിന്റെ പ്രതീകം സി ആണ്, നൈട്രജന്റെ പ്രതീകം എൻ ആണ്, സൾഫറിന്റെ എസ് ആണ്, ഓക്സിജന്റെ ഒ ആണ്, അല്ലെ? അങ്ങനെ കുറച്ച് പ്രതീകങ്ങളൊക്കെ ടീച്ചർ ഇതിനു മുമ്പ് ഹോം ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ചില മൂലകങ്ങള് അവയുടെ ഇംഗ്ലീഷ് പേരിൽ നിന്ന് അലുമിനിയം, അല്ലെ, എൽ, ക്ലോറിന് സി എൽ, അതുപോലെ ക്യൂരിയം സി യു, അത് സി എം, അല്ലെ, കാൽസ്യത്തിന് സി എ, അങ്ങനെയാണ് അതിന്റെ എന്താ പറയാ പ്രതീകങ്ങൾ ഉണ്ടായിക്കണം. ഇനി ചിലത് നോക്ക്, ചില മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ പേരിൽ നിന്ന് ഉണ്ടായിക്കണേ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കി നോക്കോളൂ. സോഡിയം എന്താണ്? നേട്രിയം കണ്ടോ, അതുകൊണ്ടാണ് എന്നെ വന്നേക്കണം. പൊട്ടാസ്യം കാലിയം കെ വന്നേക്കണു. ഇരുമ്പ് ഫെറം എഫ് ഇ വന്നേക്കണു. സ്വർണം ഓറം എ യു, കോപ്പർ കുപ്രം അതുകൊണ്ട് സി യു, അല്ലെ? അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് നോക്കുക. മൂലകങ്ങൾക്ക് എങ്ങനെയാ പേര് വന്നത്? ചില മൂലകങ്ങൾക്ക് വേറെ രീതിയിൽ പേര് വന്നിട്ടുണ്ട്. ഫ്രാൻസിയം ഫ്രാൻസ് എന്ന രാജ്യത്തിൽ നിന്നാണ്. ഐൻസ്റ്റീനിയം ഐൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞൻ, അല്ലെ, അവരിൽ നിന്നൊക്കെയാണ്. അങ്ങനെ പല രീതിയിലും മൂലകങ്ങൾക്ക് പേര് വരാം എന്നാ പറയണേ കേട്ടോ. ഇനി മൂലകങ്ങളുടെ വർഗീകരണത്തെ കുറിച്ച് പറയാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 118 മൂലകങ്ങളാണ് പറയണത്. ആ മൂലകങ്ങളിലെ പ്രകൃതിദത്ത മൂലകങ്ങളും ഉണ്ട്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂലകങ്ങളും ഉണ്ട്. മൂലകങ്ങളെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തുന്ന പട്ടികയെ നമ്മൾ എന്ത് വിളിക്കുക? ആവർത്തന പട്ടിക. മൂലകങ്ങളെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തുന്ന പട്ടികയാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവർത്തന പട്ടികയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെ? മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത് ആരാണ്? ആന്റോയിൻ ലവോസിയയാണ്. ആരാണ് ആന്റോയിൻ ലവോസിയ? എന്താ അദ്ദേഹം ചെയ്തേ? മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചു. ഇനി മൂലകങ്ങളെ സമാന ഗുണമുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ച ആ ഗ്രൂപ്പുകൾക്ക് ത്രികങ്ങൾ എന്ന പേര് കൊടുത്തത് ആരാണ്? ഡൊബറൈനർ എന്ന് പറയുന്ന ആരാണ്? ത്രിക നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൊബറൈനർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി അടുത്തത് നോക്കൂ. മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചാൽ, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചാൽ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണത്തിൽ ആദ്യത്തേതിന്റെ ആവർത്തനമായിട്ട് വരും എന്ന് കണ്ടെത്തിയത് ന്യൂലാൻഡ്സ് ആണ്. അപ്പൊ ഈ വർഗീകരണത്തെ നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം എന്നാണ്. അപ്പൊ അഷ്ടക നിയമം എന്താന്ന് മനസ്സിലായത് കൊണ്ടെന്നാണ് ന്യൂലാൻഡ്സ് ആണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് പട്ടിക തയ്യാറാക്കിയത് ആരാണ്? ദിമിത്രി മെന്റലീഫ് ആണ്. ആരാണ്? ദിമിത്രി മെന്റലീഫ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇനി ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ആറ്റങ്ങൾ അതിസൂക്ഷ്മങ്ങളായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങളാണെന്നാണ് ആദ്യകാലത്ത് കരുതി പോന്നത്. എന്നാൽ പിന്നീട് അവ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ, അല്ലെ, ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നീ ചെറുകണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രം ഉണ്ട് എന്ന് കണ്ടെത്തി. വളരെ വലിപ്പം കുറഞ്ഞ ഈ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് എന്നും നമ്മൾ പിന്നീട് കണ്ടെത്തി. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്നും മനസ്സിലാക്കി. പ്രോട്ടോണുകളുടെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജും നമ്മൾ മനസ്സിലാക്കി.
ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് മനസ്സിലാക്കി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിന്റെ ആറ്റോമിക നമ്പർ ആണ് എന്ന് മനസ്സിലാക്കി. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം എന്താണ്? അതിന്റെ ആറ്റോമിക നമ്പർ ആണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റോമിക മാസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇതൊക്കെ നമ്മൾ ആറ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളോ. ഇനി മെന്റലിയഫിന്റെ ആവർത്തന നിയമം പീരിയോഡിക് ലോ പറയാണ്, മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസത്തിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞത് മെന്റലിയഫ് ആണ്. മെന്റലിയഫിന്റെ ആവർത്തന പട്ടികയില് വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകൾ എന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകൾ എന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കേണ്ട, അത് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തത് നമ്മൾ എന്താ അറിയേണ്ടത്? ഈ മെന്റലിയഫ് എന്ന ആവർത്തന പട്ടിക രൂപീകരിച്ചത്? വർഷം ചോദിച്ചിട്ട് 1869 മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ആളാണ് ഹെൻറി മോസ്ലി. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹെൻറി മോസ്ലി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ആധുനിക ആവർത്തന പട്ടിക എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമുള്ളൂ. ടീച്ചർ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് ഓർത്ത് വെച്ചു പോക്കുക. അത് ഇനിയിപ്പോ നോട്ട് എഴുതണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ അത് മാത്രം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്നിരുന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇനി വന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാതെ പോകരുത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ്സും കൂടി നമ്മൾ എന്താ പറയാ സ്ഥിരമായിട്ട് ചോദിക്കുന്നതും വരാൻ സാധ്യതയിലുമായ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൂടി നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ SCERT നമ്മുടെ റിവിഷനും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പരീക്ഷ എഴുതാൻ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റിയിട്ടുള്ള കുട്ടികളായിട്ട് മാറുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ.